പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്ന ഗ്രന്ഥം അത് ബൈബിളാണ്. അതേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. എണ്ണസംഖ്യയിൽ മുസ്ലിങ്ങൾ 2ാം സ്ഥാനത്താണ്. ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ്. 2ാമത്തെ മതമാണ് ഇസ്ലാം മതം. എണ്ണസംഖ്യ കുറവായിട്ടും ആളുകൾ കുറവായിട്ടും പരിശുദ്ധ ഖുർആൻ കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്നു എന്നത് അത് പരിശുദ്ധ ഖുർആന്റെ മികവ് തന്നെയാണ്. അതൊരിക്കലും മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് മോശപ്പെട്ട ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. 1 മിനിറ്റ് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകളിലൂടെയാണ് പരിശുദ്ധ ഖുർആനെ പലരും മോശമാക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല, അത്തരക്കാരെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം, അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. അതായത് പലരും അത് പാരായണം ചെയ്തു പോകുന്നു, അതിലപ്പുറം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും അതിനൊക്കെ ഇന്ന് പരിഹാരമുണ്ട്. അറബി ഭാഷയിലല്ലാതെ തന്നെ മലയാളത്തിൽ ഇവിടെ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം, ആ ആശയം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ലളിതമായ ഭാഷയിൽ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ തയ്യാറാക്കിയ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം ഇന്ന് ലഭ്യമാണ്. 2200 രൂപയാണ് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന് വിലയായി നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് 1800 രൂപക്ക് നമുക്ക് വീടുകളിൽ ലഭിക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഒരു മൊബൈൽ നമ്പർ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായും ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം ഓരോ വീടുകളിലും എത്തും. അത് അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല. തീർച്ചയായും ഇന്നത്തെ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ അപകടത്തെ മറികടക്കാൻ, പരിശുദ്ധ ഖുർആനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളെ പ്രതിരോധിക്കാൻ തീർച്ചയായും ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളും ഇവിടെ ഈ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം വാങ്ങി അതിന്റെ അർത്ഥം മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.